ധന്യ മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ CPM-ൽ ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും സമുന്നതനായ നേതാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മുടെ കേരള ജനത അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ലോകത്തുള്ള എല്ലാവരും അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്ന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പലയിടത്തുനിന്നും ചില വീഡിയോകൾ പുറത്തു വരികയാണ്. ചില നാക്കുപിഴയായിരിക്കാം, അല്ലെങ്കിൽ ചിലരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഒരാഗ്രഹമായിരിക്കാം പലരും തെറ്റിപ്പോകുന്നു. അതായത് VS അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിക്കുന്ന കൂട്ടത്തിൽ പിണറായി വിജയന് ആദരാഞ്ജലി അർപ്പിക്കുന്ന തരത്തിൽ ചില വീഡിയോകൾ വന്നു. ഒരെണ്ണം വന്നത് ആലപ്പുഴയിൽ നിന്നുള്ളൊരു സോഷ്യൽ മീഡിയ ഒരു വീഡിയോയാണ്. പക്ഷേ മറ്റൊരു വീഡിയോയിൽ ശ്രീകണ്ഠൻ നായർക്ക് പോലും നാക്കുപിഴ പറ്റി. ഗുരുതരമായ സംഗതിയാണോ അത്? ശ്രീകണ്ഠൻ നായരുടെ നാക്കുപിഴ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം 40ഓളം വർഷമായി ദൃശ്യമാധ്യമ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് മനുഷ്യനാണ്, ചില നാക്കുപിഴകൾ സംഭവിക്കുക, അത് നമുക്ക് തെറ്റായിട്ടൊന്നും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പക്ഷേ ആലപ്പുഴയിലാണോ പത്തനംതിട്ടയിലാണോ ഒരു അഭിവാദ്യം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ സ്ഥിരം CPM-ന്റെ ഒരു പരമ്പരാഗത രീതിയുണ്ട്. ഈ അവരുടെ ഏതെങ്കിലും മുതിർന്ന നേതാക്കൾ മരിച്ചാൽ മൗനജാഥയായി വാഹനത്തിൽ കൊണ്ടുവരും. അതിന്റെ മുന്നിൽ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകും. ആ അനൗൺസ്മെന്റ് സഹാക്കളെല്ലാം കൂടിയായിരിക്കും, കാരണം അറിയാവുന്ന കുറച്ച് ആളുകൾ ചേർന്നായിരിക്കും അനൗൺസ്മെന്റ് നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നടന്ന അനൗൺസ്മെന്റ് ഇങ്ങനെയാണ്. പത്തനംതിട്ട എന്നാണ് എനിക്ക് തെറ്റിയതായിരിക്കും, പത്തനംതിട്ടയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി തെറ്റാണെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക. ആലപ്പുഴ എന്ന് നേരത്തെ പ്രേമലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പറയുന്നത് പുന്നപ്ര സമരത്തിലെ ധീര സഖാവ്, ധീരനായകൻ, മുഖ്യമന്ത്രി പിണറായി വിജയന് ആദരാഞ്ജലികൾ. അപ്പോ വീണ്ടും ഇതൊരു തവണയല്ല, 3 തവണയാണ് ഇത് ഒരേ രീതിയിൽ പറഞ്ഞത്. പുന്നപ്ര സമരത്തിലെ നായകൻ, ധീരൻ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ആദരാഞ്ജലികൾ. കുറ്റം പറയാനൊക്കില്ല. കാരണം ഈ ദുരിതാശ്വാസ കിറ്റിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണ കിറ്റിൽ പോലും മുഖ്യമന്ത്രിയുടെ ഫോട്ടോ അച്ചടിച്ച് ഇറക്കുന്ന ഒരു കാലമാണ്. അപ്പൊ എല്ലാത്തിലും മുഖ്യമന്ത്രി വന്നപ്പോൾ ഇതിലും പെട്ടുപോയതായിരിക്കും. അല്ല അതിനൊരു കാരണം, 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. വീഡിയോയിൽ ഭരണഘടന എഴുതിയത് ആര് എന്ന് കുട്ടികളോട് ചോദിക്കുകയാണ്. ഈ യൂട്യൂബേഴ്സ് ഈ കുട്ടികളോട് ചോദിക്കുന്നു. അപ്പൊ അതിൽ 2-3 പേർ പറഞ്ഞത് ഭരണഘടന എഴുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന്. അത് ശരി. നമുക്കൊന്ന് ആലോചിച്ച് നോക്കും. അതാണ് അവരുടെ മനസ്സിൽ പിണറായി വിജയൻ അപ്പുറം. കാരണം അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയാണ്, ആളുകളോട് സംസാരിക്കാത്ത, ചിരിക്കാത്ത, ധാർഷ്ട്യമുള്ള, കടക്ക് പുറത്തെന്ന് പറയുന്ന എല്ലാ രീതിയിലും എല്ലാം തികഞ്ഞിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ആർക്കും ഒന്നും ചെന്ന് പറയാൻ അനുവാദമില്ലാത്ത ഒരു മുഖ്യമന്ത്രി, നമുക്കൊക്കെ എത്രയോ അടി ദൂരെയായ ഒരു മുഖ്യമന്ത്രി, ഇങ്ങനെയാണ് കുട്ടികളുടെ മനസ്സിൽ. അതിനുശേഷം ഞാൻ ഇന്നലെ ഈ VS അച്യുതാനന്ദൻ മരിച്ച ദിവസം ഞാൻ ബസ്സിലായിരുന്നു. ബസ്സിലിരുന്നപ്പോൾ ഒരു 2 +2 പഠിക്കുന്ന കുട്ടികൾ പറയുകയാണ്, നാളെ അവധിയായിരിക്കും. അപ്പോൾ മറ്റേ കുട്ടി ചോദിക്കുന്നത്, അതെന്താ VS എന്ന് പറയുന്ന ഒരാൾ മരിച്ചു, അപ്പൊ ഇപ്പുറത്തേക്കുന്ന കുട്ടി ചോദിക്കുന്നു, അതാരാ? അത് 103 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ. അപ്പൊ മറ്റേ കൊച്ചു ചോദിക്കുന്നത്, 103 വയസ്സുള്ള അപ്പൂ മരിച്ചു, നമുക്കെന്തിനാ അവധി? അതൊന്നും എനിക്കറിയില്ല, അവധിയാന്ന്. ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ പക്ഷെ പിണറായി വിജയനെ ചോദിച്ചാൽ അവർക്കറിയാം ഭരണഘടന എഴുതിയത് പിണറായി വിജയനാണെന്ന് അവർ പറയുന്നുണ്ട് എങ്കിൽ അവരുടെ മൈൻഡിന്റെ അകത്ത് പിണറായി വിജയൻ ഉണ്ടാക്കിയ ഒരു സ്വാധീനം എത്രത്തോളം ആയിരിക്കും? സ്വാധീനം എന്നതിനപ്പുറം ഒരു PR വർക്കാണെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഏത് സർക്കാർ പരിപാടിയുടെ ഒരു അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിനായപ്പോലും ഫ്ലക്സ് അടിക്കുമ്പോൾ പിണറായി വിജയന്റെ തല മസ്റ്റാണ്, ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോ അത്തരത്തിൽ ഈ പിണറായി വിജയൻ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് 3 തവണ, ചിലപ്പോ നാക്കുപിഴയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ തികട്ടി പുറത്തു വന്നതായിരിക്കാം. എന്തായാലും ഇപ്പൊ പിണറായി എന്ന് പറയുന്നത് എന്താണ്? പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി എന്ന് പറഞ്ഞാൽ പാർട്ടി. ഈ പിണറായിക്ക് ശേഷം ഇല്ല പിണറായിക്ക് ശേഷം പ്രളയം. അതാണ് കാരണം. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകും പിണറായി എന്നാണ്. ജീവിച്ചിരുന്നതിലും മരിച്ചതിലും ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ മരിച്ചു എന്നാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത്. ഇനി കമ്മ്യൂണിസ്റ്റുകാരൻ ഇല്ല എന്നാണ് ആളുകൾ പറയുന്നത്. അത്രത്തോളം ഒരുപക്ഷെ പിന്നെ കുറെ കൂടി ഈ വികസന മുരടിപ്പിൽ കുറെ കാര്യങ്ങൾ കാണിച്ചു എങ്കിൽ പോലും കുറച്ചുകൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു. അതായത് ഈ വികസന വിരുദ്ധൻ എന്ന പേര് വരാൻ കാരണം ഈ കമ്മ്യൂണിസ്റ്റ് ആശയം തന്നെ തൊഴിലാളി അധിഷ്ഠിതമാണ്. മുതലാളിമാർക്ക് സ്ഥാനമില്ല, അല്ലെങ്കിൽ തൊഴിലാളി വർഗ മുന്നേറ്റമാണ്
അതിൽ ആ ഒരു പ്രത്യയശാസ്ത്രത്തിലാണ് VS ജീവിച്ചതും വളർന്നതുമല്ല. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സ്വാധീനം കുറഞ്ഞു, മുതലാളിമാർ എല്ലായിടവും വന്നു, കോർപ്പറേറ്റുകൾ വന്നു. അപ്പോൾ അവരുമായിട്ട് സന്ധി ചെയ്യുക, സമരസപ്പെട്ടു പോവുക, അതിപ്പോൾ ആ ഒരു എന്ത് പറയുന്നത്, കേരളത്തിലെ ഇപ്പോഴത്തെ CPM ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണോ എന്ന് സംശയിച്ചാൽ അതിലും തെറ്റു പറയാനൊക്കില്ല. അപ്പോൾ ആ സ്ഥലത്തിൽ രാഷ്ട്രീയം മാറി, അതായത് സമരസപ്പെടുക, സന്ധി ചെയ്യുക, അതാണ് പുതിയ കാല രാഷ്ട്രീയം. അതിന് VS ഉണ്ടായിരുന്നില്ല. പഴയ തലമുറയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ, അതായത് തൊഴിലാളി വർഗ വിപ്ലവം എന്ന് പറയുന്ന സംഗതിയിൽ വിശ്വസിച്ച് പ്രവർത്തിച്ചിരുന്ന പഴയകാല കമ്മ്യൂണിസ്റ്റുകളിലെ അവരുടെ ഒരു പ്രതിനിധിയായിരുന്നു VS അച്യുതാനന്ദൻ. അപ്പോൾ VS അച്യുതാനന്ദൻ തീർന്നതോടുകൂടി ആ ഒരു കാലഘട്ടം തീർന്നു, ആ ഒരു അധ്യായം തീർന്നു. ഇതിപ്പോൾ പുതിയ കാലഘട്ടത്തിന്റെ കമ്മ്യൂണിസമാണ്, പുതിയ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയമാണ്. അത്രേ ഉള്ളൂ. ആ ഒരു രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിസം തന്നെ നശിച്ചു എന്ന് പറയുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ കമ്മ്യൂണിസത്തെ നെഞ്ചിലേറ്റി ആ പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് പോലെ കമ്മ്യൂണിസം അവസാനിച്ചു, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിലെ അവസാനം ആളും അസ്തമിച്ചു എന്ന് പറയുമ്പോഴാണ് ഈ SFI മുൻ സംസ്ഥാന സെക്രട്ടറി ആർഷോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു 9 മണിക്കൂർ മുമ്പ്. അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല, അവസാനത്തെ കുന്തക്കാരൻ, സാമ്രാജ്യത്വത്തെ വാരിക്കുന്തം കൊണ്ട് എതിരിട്ട് പരാജയപ്പെടുത്തിയ സമരസഹാക്കളിൽ ഒടുവിലത്തെയാൾ. ആ സമരവീര്യം അനേകം തലമുറയ്ക്ക് പകർന്ന ഇനിയും ജീവിക്കുന്ന ഒരാൾ. ഇങ്ങനെയാണ് ആർഷോയുടെ പോസ്റ്റിന് ആദ്യം പറയുന്നത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല. ഈ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറഞ്ഞ് നിരന്തരം ഈ 3-4 ദിവസമായി സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇദ്ദേഹത്തിന്റെ ഈ വിഷ്വൽസ് വന്ന് അത്തരത്തിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വെച്ചുകൊണ്ടൊക്കെ ഇനി കമ്മ്യൂണിസം ഇല്ല, കമ്മ്യൂണിസം അവസാനിച്ചു, അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും യാത്രയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ എന്താ പറയുക, പിണറായി വിജയനെ ബാലാട്ടി നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്കിത് സഹിക്കില്ല. കാരണം അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുമ്പോൾ പിണറായി ആരാ എന്നൊരു ചോദ്യം വരും. തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കാലം കാത്തുവച്ച കാവ്യനീതി എന്നൊക്കെ നമ്മൾ പറയൂലേ, കാരണം അച്യുതാനന്ദനെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ ഒരു സർക്കാരാണ് പിണറായി സർക്കാർ. അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് വിജയിച്ച് വന്ന ആദ്യ പിണറായി സർക്കാർ. പിന്നീട് അദ്ദേഹം ഒന്നും അല്ലാത്തവനായി മാറി പാർട്ടിയിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ നിന്ന് അച്യുതാനന്ദന്റെ ഭരണപരിഷ്കാര കർത്താവ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൊടുത്ത് ഏതോ ഒരു മൂലക്കിരുത്തിയതിനു ശേഷം പിന്നെ നമ്മൾ ഈ രണ്ടാം പിണറായി സർക്കാർ നമ്മൾ അച്യുതാനന്ദനെ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ വരുന്നതിനപ്പുറം അച്യുതാനന്ദനെ പിന്നെ നമ്മളാരും കുറെ നാളായി അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മളൊന്ന് കേട്ടിട്ട്. അദ്ദേഹം പാർട്ടി നടത്തുന്ന എല്ലാ കൊള്ളരുതായ്മയും കണ്ടുകൊണ്ട് കണ്ണടഞ്ഞു പോയ ഒരു മനുഷ്യനാണ് അച്യുതാനന്ദൻ എന്ന് പറയേണ്ടി വരും. കാരണം തിരുത്തപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അത് തിരുത്താൻ തനിക്ക് കഴിയാതെ പോയല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സ് നീറി മരിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അച്യുതാനന്ദൻ എന്ന് ഞാൻ പറയും. കാരണം ഈ മുതലാളിമാർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ അഴിമതി നടത്തിയും കൊള്ള നടത്തിയും പണം വാങ്ങിയും ജനങ്ങളെ ദ്രോഹിച്ചും പറ്റിച്ചും ജീവിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോ. ജനവിരുദ്ധ സർക്കാർ എന്ന് പറയണ്ട, ജനങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ വരുന്ന കാര്യമാണത്. അല്ലെങ്കിൽ പിന്നെ സഹാക്കന്മാർക്ക് തെറ്റുപറ്റുമോ? പിണറായി വിജയൻ ആർദ്രാഞ്ജലികളൊന്ന് ഒരു തവണ പറ്റിയാലോ നാക്കുപിഴ എന്ന് പറയാം, 2-3 തവണ തെറ്റിയാലോ നാക്കുപിഴ എന്ന് എങ്ങനെയാണ് പറയുന്നത്? തീർച്ചയായിട്ടും അത് നാക്കുപിഴയല്ല, ചിലരുടെ മനസ്സിൽ നിന്ന് വന്ന സത്യം അവരറിയാതെ പുറത്തു വന്നു പോയി എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന അതൊന്നുമല്ല, ഈ പറഞ്ഞ അനൗൺസറുടെ കാര്യത്തെക്കുറിച്ച് മൈക്കിനെതിരെ വരെ കേസെടുത്ത ഒരു മനുഷ്യനാണ് ഈ പിണറായി വിജയൻ. അപ്പോൾ ഈ അനൗൺസറുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന് ഇനി എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ഭാവി എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വല്ലാത്തൊരു ആശങ്ക തോന്നുന്നത്.